വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനൊരു ഓണം സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാ മലയാളികൾക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു വിഭവം തന്നെയാണ് സാമ്പാർ. എന്നാലും നമ്മളിവിടെ ഓണമായിട്ട് സദ്യയ്ക്ക് വിളമ്പുന്ന കറികളുടെ ഒരു സീരീസാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലാദ്യത്തെ വിഭവമായിട്ടാണ് ഞാനിവിടെ സാമ്പാർ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഒരു 4 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പരിപ്പ് മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. 2-3 വിസിൽ മാത്രം മതിയാവും നമുക്കിതൊന്ന് വെന്ത് വരാനായിട്ട്. ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ചെറിയ 2 പീസ് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെറിയ 2 പീസാണ് ഞാൻ കായ എടുത്തിട്ടുള്ളത്. അങ്ങനെ കായം നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. കായ ഒന്ന് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഈ സമയത്ത് തേങ്ങ ചേർക്കാൻ പോവുകയാണ്. ഞാനൊരു അരമുറി തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 അല്ലി ചുവന്നുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടി നന്നായി കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തേങ്ങയെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കൂട്ടിപ്പോൾ കളറെല്ലാം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ പരിപ്പെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 3 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു വലിയ കിഴങ്ങ്, ഒരു ക്യാരറ്റ്, വഴുതന, ഒരു 3-4 ചുവന്നുള്ളി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 5 വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളിത് ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതാ നമ്മൾ വെണ്ടയ്ക്ക ഒഴികെയുള്ള പച്ചക്കറികളെല്ലാം ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. പച്ചക്കറികൾ ചേർത്തതിന് ശേഷം നമ്മൾ വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ല, വെറുതെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ കറിയിൽ വെന്ത് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തേങ്ങയെല്ലാം വറുത്തെടുത്ത് അതേ ചട്ടിയിലിട്ടിട്ട് എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പച്ചക്കറികളെല്ലാം വെന്ത് വന്നതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സാമ്പാർ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിച്ചണിലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആദ്യം വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങാക്കൂട്ട് ചേർത്തതിന് ശേഷം നമ്മൾ കറി തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ കറി ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സാമ്പാർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണയിലേക്ക് കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഇട്ട് കൊടുത്ത കഷ്ണങ്ങളൊന്നും ഒട്ടും വെന്തുടഞ്ഞു പോവാതെ നല്ല കുറുകിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയ്ക്ക് വേണ്ടി മാത്രമല്ല, നല്ല ഉഴുന്ന് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഇതുപോലത്തെ സാമ്പാർ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു.